നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തം മൈതാനത്ത് സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയോട് പൊട്ടിയല്ലോ. ഇപ്പോൾ തുടർച്ചയായ 2 മത്സരങ്ങളായി ബെർണാബുവിൽ തോൽക്കുന്നു. കഴിഞ്ഞ 8 കളികൾ അക്രോസ് ദി കോമ്പറ്റീഷൻ 2 കളികളെ റയലിന് ജയിക്കാനായുള്ളൂ. പരിതാപകരമായ സ്ഥിതിവിശേഷമാണ്, നേരത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സമയത്തും ടീമിനെ ന്യായീകരിക്കുകയാണ് പലരും. അത് ഇന്നലത്തെ കളി അത്ര മോശം കളിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ കുറേ ബെറ്റർ ആയിട്ട് തന്നെയാണ് കളിച്ചത്, പക്ഷേ കളി ജയിക്കാൻ പറ്റിയില്ല. എംബാപ്പെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിച്ച നിമിഷങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ബെല്ലിംഗാം പറയുന്നു, ഇന്നലെ കളി കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. എനിക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും വേണം. എനിക്ക് കൂവൽ മനസ്സിലാവുന്നുണ്ട്. ആളുകൾ കൂവാം, കാരണം അവരൊരുപാട് പണം ചിലവാക്കിയിട്ടാണല്ലോ ഈ കളി കാണാൻ വരുന്നതും ടീമിനെ ഫോളോ ചെയ്യുന്നതുമൊക്കെ. ഇത് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണ്. സോ ബെർണാബുവിലെ ആളുകൾ കൂവിയിൽ തെറ്റൊന്നുമില്ല എന്ന് ജൂഡ് ബെല്ലിംഗാം പറഞ്ഞു. അതായത് ആരാധകർ കൂവി വിളിച്ചാൽ പറഞ്ഞു വിട്ടത്. ഇപ്പോഴും പക്ഷേ പറയുന്നു, ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്ന്. ഇത് തന്നെയാണ് സാബി അലോൺസോയും പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് അത്ര നല്ലൊരു സ്റ്റേയിലൂടെ അല്ല, പക്ഷെ ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നു ഇത് മാറ്റാൻ പറ്റുമെന്നുള്ളത്. ഇന്നത്തെ കളി നോക്കുക, നിങ്ങൾ റിസൾട്ട് നോക്കണ്ട. ഡിസ്പൈറ്റ് ദി റിസൾട്ട് ഒഴികെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് കാണാൻ പറ്റും. കാര്യങ്ങൾ ഞങ്ങൾ തോറ്റ കഴിഞ്ഞ കളികളിലൊക്കെ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല പോയത്, പക്ഷേ ഇവിടെ നല്ല രൂപത്തിലാണ് പോയത്. കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഈ കോമ്പറ്റീഷനിലുണ്ട് എന്നാണ് സാബി അലോൺസോ പറയുന്നത്. അതുപോലെ തന്നെ അലോൺസോ പറയുന്നു, ആളുകളുടെ കൂവൽ അത് സ്വാഭാവികമാണ്. കാരണം ടീം പരാജയപ്പെടുമ്പോൾ ഇവിടെ ആളുകൾ അത് അംഗീകരിക്കാൻ മടിക്കും. അതുകൊണ്ട് തന്നെ കൂവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് സാബി അലോൺസോയും പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.